नमस्ते बच्चों, अस्सलाम वालेकुम। सबको हिंदी क्लास में स्वागत है। तो हम अंतिम कक्षा में एक साक्षात्कार का अध्ययन किया। साक्षात्कार माने क्या है तुम लोगों को पता है, इसका अर्थ है इंटरव्यू, है ना। तो एक इंटरव्यू में दो व्यक्ति होगा, एक इंटरव्यू देने वाले हैं और एक इंटरव्यू लेने वाले हैं। ഒരാൾ ഇന്റർവ്യൂവിൽ ക്വസ്റ്റ്യൻ ചോദിക്കും, മറ്റൊരാൾ ഇന്റർവ്യൂവിൽ എന്ത് ചെയ്യും, അതിനുള്ള ആൻസർ പറയും. അതാണ് ഇന്റർവ്യൂ അല്ലേ. രണ്ടോ അതിലധികം വ്യക്തികൾ തമ്മിൽ എന്താകാം, ഇന്റർവ്യൂ ചെയ്യാം, സാക്ഷാത്കാർ ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബുലന്ദ് ഹൗസലെ എന്ന പേരിലൊരു ഇന്റർവ്യൂ സാക്ഷാത്കാർ നമ്മൾ പഠിച്ചു. രണ്ട് കുട്ടികളോട് എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അതിൻ്റെ ആൻസേഴ്സ് അവർ പറയുന്നു. അതാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചത്. ഇപ്പോൾ മിസ് ഇതെല്ലാം കൂടെ ഈ ചാപ്റ്റർ ഇപ്പോൾ റിവിഷൻ പോലെ ഇന്നത്തെ ക്ലാസ് എടുക്കുകയാണ്. കാരണം ഇതിൽ ഏതെങ്കിലും പാർട്ടുകൾ ആർക്കെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരൊറ്റ ക്ലാസ് കണ്ടാൽ നമ്മൾ ഈ സാക്ഷാത്കാർ എന്താണ്, ഇതിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാകും. ഓക്കെ, तो सब अपने टेक्स्ट बुक निकालिए, पेज नंबर 15. तो ध्यान से बैठना. हर साल गणतंत्र दिवस पर बहादुर बच्चों को राष्ट्रीय पुरस्कार से सम्मानित किया जाता है. ഓരോ വർഷവും പ്രതിവർഷം ധീരന്മാരായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾക്ക് ധീരതയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് ഓരോ വർഷവും റിപ്പബ്ലിക് ഡേയുടെ അന്ന് അവർക്ക് ധീരതാ പുരസ്കാരം കൊടുക്കുന്നുണ്ട്. ये बच्चे सहसा ही सबका ध्यान अपनी ओर खींचते हैं. ഈ കുട്ടികൾ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ശ്രദ്ധ അവരിലേക്ക് വലിച്ചെടുപ്പിക്കുന്നുണ്ട്. ऐसे ही दो बच्चों बहादुर बच्चों के साथ हमने मुलाकात की. ഇങ്ങനെയുള്ള രണ്ട് ധീരന്മാരായിട്ടുള്ള ധൈര്യവാന്മാരായിട്ടുള്ള രണ്ട് കുട്ടികളോട് ഞങ്ങൾ കണ്ടുമുട്ടുകയും അവരെ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്യുകയും ചെയ്തു. ആയിയെ ഹം സബ് സാത്ത് മിൽക്കർ ഉൻകാ സാക്ഷാത്കാർ പഠ്തേ ഹൈ. അപ്പോൾ വന്നാലും നമുക്ക് ഒരുമിച്ച് ചേർന്ന് അവരുടെ ഇന്റർവ്യൂ വായിക്കാം. ഈ സാക്ഷാത്കാർ കാൽപ്പനിക് ഹെ. അപ്പം അതിൻ്റെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്, വെറും കാൽപ്പനികമാണ്. ഇത് ഒരിക്കലും നടന്ന ഒരു സംഭവം അല്ല. പിന്നെയോ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇന്റർവ്യൂ എന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അവരിത് ചെയ്തതാണ്. ഓക്കെ. मध्य प्रदेश में रहने वाली 9 वर्षीय आशिमा ने जो किया उसे करने से पहले बड़े बड़े भी 10 बार सोचेंगे. മധ്യപ്രദേശിൽ ജീവിക്കുന്ന 9 വയസ്സുള്ള ആഷിമ എന്ന പെൺകുട്ടി എന്താണോ ചെയ്തത് അത് ചെയ്യുന്നതിന് മുൻപ് വലിയ ആൾക്കാർ പോലും, പ്രായം കൂടിയ അല്ലെങ്കിൽ കുട്ടികളല്ല, അതിന് മുതിർന്ന ആൾക്കാർ പോലും എന്ത് ചെയ്യും, 10 തവണയെങ്കിലും അതിനെക്കുറിച്ച് ആലോചിക്കും. അതായത് ഞാനത് ചെയ്യണോ, അത് ചെയ്താൽ ഒരുപക്ഷെ അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് ആൾക്കാർ പോലും, വലിയ മുതിർന്ന ആൾക്കാർ പോലും ചിന്തിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ആഷിമാനെ അപ്പനി ദോസ്ത് സംഗീതാക്കോ ബച്ചാക്കർ ദോസ്തിക്ക് മിസാൽ കായം കീഹിം. ആഷിമ തൻ്റെ സുഹൃത്തായ സംഗീതയെ രക്ഷിക്കുന്നതിലൂടെ സൗഹൃദത്തിന് വളരെ വലിയ മഹത്തരമായ ഒരു നൽകി, ഒരു പേര് തന്നെ നൽകി ഇവിടെ. ഉസ്കി ഇസ് ബഹാദുരി കെ ലിയെ ഉസേ വീരതാ പുരസ്കാർ സെ സമ്മാനിത് കിയാ ഗയാ ഹൈ. അവളുടെ ഈ ധീരമായ പ്രവൃത്തി കാരണം അവൾക്ക് വീരതാ പുരസ്കാരം ലഭിച്ചിരുന്നു. പ്രശ്നം. അപ്പോൾ ആ കുട്ടി ഇന്റർവ്യൂ ചെയ്യാൻ പോവാണ് ഇവിടെ. പ്രശ്നം. ആഷിമ സബ്സെ പെഹ്ലെ ഹമേ ബതായിയേ കി ഉസ് ദിൻ ക്യാ ഓർ കേസെ ഹുവാ. ആഷിമ ആദ്യം തന്നെ പറഞ്ഞാലും ആ ദിവസം എന്താണ് സംഭവിച്ചത്, അതെങ്ങനെയാണ് സംഭവിച്ചത്. ഉസ്കാ ഉത്തർ ബാത് 3 ജൂൺ 2010 की है. ആ സംഭവം നടന്നത് 2010 ജൂൺ 3-നാണ്. उस दिन मैं और मेरी सहेलियां तालाब के पास खेल रही थी. ആ ദിവസം ഞാനും എൻ്റെ സുഹൃത്തുക്കളും കുളത്തിനരികെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. खेलते हुए मेरी एक सहेली संगीता का पैर फिसला और वह तालाब में जा गिरी. കളിക്കുന്നതിനിടയിൽ എൻ്റെ കൂട്ടുകാരിയായ സംഗീതയുടെ കാല് വഴുതി അവൾ കുളത്തിലേക്ക് വീണു. സംഗീത മദത് കെ ലിയെ ചില്ലാ രഹി തി. അവൾ ഹെൽപ്പിനായിട്ട്, സഹായത്തിനായിട്ട് നിലവിളിക്കുന്നുണ്ടായിരുന്നു. അപ്പനി സഹേലി കോ ഡൂബ്തേ ദേഖ് മേ താലാബ് മേ കൂദ് ഗയി. എൻ്റെ സുഹൃത്ത് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന കണ്ടപ്പോൾ ഞാൻ കുളത്തിലേക്ക് എടുത്ത് ചാടി. മുझे തൈർന ആതാ ഥാ ജിസ്സേ മേ സംഗീത കെ പാസ് പഹുഞ്ചി. എനിക്ക് നീന്തൽ അറിയാമായിരുന്നു, അങ്ങനെ ഞാൻ നീന്തി അവളുടെ അടുത്ത് എത്തി. और उसका हाथ खींचते हुए किनारा तक ले लाए. എന്നിട്ട് ഞാൻ അവളുടെ കൈകൾ കൂട്ടി പിടിച്ചുകൊണ്ട് അവളെ തീരത്തേക്ക് അടുപ്പിച്ചു. किनारे के पास बाकी सहेलियों ने बाहर निकलने में हमारी मदद की. തീരത്തെത്തിയപ്പോഴേക്കും ഞങ്ങളുടെ ബാക്കി കൂട്ടുകാരികളെല്ലാം കൂടി ചേർന്ന് അവളെ കയ്യിൽ പിടിച്ച് കരയ്ക്ക് വലിച്ചിട്ടു. देन नेक्स्ट प्रश्न. तालाब में कूदते समय आपको अपने डूबने का डर नहीं था. നിങ്ങൾ കുളത്തിലേക്ക് എടുത്ത് ചാടിയ സമയത്ത് നിങ്ങൾ മുങ്ങിപ്പോകുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നോ? ഉത്തർ ഹമാരി മദത് കെ ലിയെ വഹാ കോയി നഹി ഥാ. ഞങ്ങളെ സഹായിക്കാൻ അവിടെ വേറെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല.
मैं अपनी सहेली को डूबते नहीं देख सकती. ഞാൻ എൻ്റെ കൂട്ടുകാരി മുങ്ങി പോകുന്നത് കാണാൻ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല. ഹിമ്മത്ത് കർക്കെ താലാബ് മേ കൂദ് ഗയി. ധൈര്യം സംഭരിച്ച് ഞാൻ കുളത്തിലേക്ക് എടുത്ത് ചാടി. അവർ അപ്പനി സഹേലിക്കോ ബച്ചാ പായി. അങ്ങനെയാണ് ഞാൻ എൻ്റെ കൂട്ടുകാരിയെ രക്ഷിക്കാൻ കഴിഞ്ഞത്. ദെൻ അഗ്ലാ പ്രശ്ന. इस घटना के बाद संगीता के परिवार वालों की क्या प्रतिक्रिया थी? ഈ സംഭവത്തിന് ശേഷം സംഗീതയുടെ വീട്ടുകാർക്ക് ഉണ്ടായിരുന്ന പ്രതികരണം എന്തായിരുന്നു? उत्तर. संगीता के परिवार वालों को जब पता चला कि मैंने संगीता की जान बचाई है तो उन्होंने मुझे गले लगा दिया. സംഗീതയുടെ വീട്ടുകാർ ഞാനാണ് അവളെ കുളത്തിൽ വീണ് മരിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതെന്ന് അറിഞ്ഞപ്പോൾ അവരെന്നെ കെട്ടിപ്പിടിച്ചു. അവർ ഢേർ സാരാ പ്യാർ കിയ. എന്നിട്ട് അവരെനിക്ക് ഒരുപാട് സ്നേഹം തന്നു. കാരണം അവരുടെ മകളെ രക്ഷിച്ചതാരാണ്? നമ്മുടെ ഈ മിടുക്കിയായിട്ടുള്ള ധീരയായിട്ടുള്ള ആരാണ്? ആശിമയാണ് അല്ലേ. അപ്പോൾ देन उसके बाद अगला प्रश्न. വീരതാ പുരസ്കാർ പാക്കർ ആപ്കോ കേസാ ലഗാ? ഈ വീരതാ പുരസ്കാരം ലഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെ അത് ഫീൽ ചെയ്തു, എങ്ങനെ അനുഭവപ്പെട്ടു? ഉത്തർ. മുझे बहुत खुशी हुई. എനിക്ക് വളരെയധികം സന്തോഷമായി. मेरे साथ साथ मेरे मम्मी पापा और संगीता भी बहुत खुश थे. ഇതിനോടൊപ്പം എൻ്റെ അമ്മയും അച്ഛനും സംഗീതയ്ക്കും വളരെയധികം സന്തോഷമുണ്ടായി. പ്രശ്ന. 26 जनवरी की परेड में शामिल होकर आपको कैसे लगा? 26 ജനുവരിയിൽ ആ പരേഡിൽ പങ്കെടുത്തപ്പോൾ, റിപ്പബ്ലിക് ഡേയുടെ പരേഡിൽ പങ്കെടുത്തപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ തോന്നി? मैंने इस परेड को हमेशा टीवी पर ही देखा था. ഞാൻ എപ്പോഴും ഈ ഒരു പരേഡ് ടി വിയിലായിരുന്നു കണ്ടിരുന്നത്. ലേക്കിൻ ഖുദ് ഇസ്കാ ഹിസ്സ ബൻകർ മുझे गर्व हुआ. പക്ഷേ ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ദെൻ അഗല, അടുത്ത കുട്ടിയുടെ ഇൻ്റർവ്യൂ ആണ് ഇവിടെ. 13 वर्ष की छोटी सी आयु में राधिका ने बाल विवाह जैसी कुरीति का विरोध किया. 13 വയസ്സുള്ള രാധിക ബാലവിവാഹത്തിനെതിരായിട്ട് പ്രതികരിച്ചു. राजस्थान में रहने वाली राधिका को इस साहस के लिए राष्ट्रीय वीरता पुरस्कार से सम्मानित किया गया है. അപ്പോൾ രാജസ്ഥാനിൽ താമസിക്കുന്ന രാധിക എന്നുള്ള പെൺകുട്ടിക്ക് അവൾ ഈ ചെയ്ത പ്രവൃത്തി, ഈ ഒരു ധീരമായ പ്രവൃത്തി കാരണം അവൾക്ക് വീരതാ പുരസ്കാരം ലഭിച്ചു. देन प्रश्न. राधिका उस दिन की घटना के बारे में हमें बताइए. രാധിക ആ ദിവസം സംഭവിച്ച കാര്യത്തെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞാലും. राधिका അതിന് ഉത്തരം പറയാണ്. मेरी माँ और नानाजी ने मेरी शादी करने के लिए लड़का पसंद कर लिया था. എൻ്റെ അമ്മയും അപ്പൂപ്പനും കൂടി എനിക്ക് വിവാഹം നടത്താൻ വേണ്ടിയിട്ട്, എന്നെ വിവാഹം കഴിപ്പിച്ചയക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുക്കനെ കണ്ടിഷ്ടപ്പെട്ടു. मैं अभी शादी नहीं करना चाहती थी. പക്ഷേ എനിക്ക് വിവാഹം കഴിക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. परंतु शादी करने के लिए बार बार मुझ पर दबाव डाल गया. പക്ഷേ വിവാഹം കഴിച്ചേ പറ്റൂ എന്ന രീതിയിൽ വീട്ടുകാരിൽ നിന്ന് എനിക്ക് വളരെയധികം പ്രഷർ ഉണ്ടായി. ലേക്കിൻ മേനെ അപ്പന നിർണയം നഹീം ബദല. പക്ഷേ വിവാഹം കഴിക്കില്ല എന്ന തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്മാറിയില്ല. പ്രശ്ന. തബ് ആപ്നെ ക്യാ കിയാ ഔർ ആപ്കി മദദ് കിസ്നെ കി? ആ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾക്ക് സഹായം ആരാണ് തന്നത്? देन उत्तर. मैं किसी तरह घर से भागकर पास के गांव में रहने वाली अपनी मौसी शकुंतला देवी के यहाँ पहुँच गई. ഞാൻ വല്ല വിധേനയും എൻ്റെ നാട്ടിൽ നിന്ന് അടുത്ത നാട്ടിലേക്ക്, അവിടെ എൻ്റെ ആൻറ്റി ആയിട്ടുള്ള എൻ്റെ ഒരു ആൻറ്റി താമസിക്കുന്നുണ്ട്. ശകുന്തള ദേവി എന്ന് പറയുന്ന ഒരു ആൻറ്റി അടുത്ത ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അവിടേക്ക് ആൻറ്റിയുടെ വീട്ടിലേക്ക് ഓടിച്ചെന്നു. പെഹലെ തോ ഉन्होंने मेरी बात नहीं मानी. ആദ്യം ഞാൻ പറഞ്ഞതൊന്നും ആൻറ്റി ചെവിക്കൊണ്ടതേയില്ല. ലേക്കിൻ മേരെ സമച്ചാനെ പർ വഹ് മാൻ ഗയി. പക്ഷെ ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കിയപ്പോഴേക്കും ആൻറ്റി അതെല്ലാം ശരിയാണെന്ന് സമ്മതിച്ചു. और वे मुझे स्थानीय पुलिस स्टेशन ले गई. എന്നിട്ട് ആൻറ്റി എന്നെ അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പുലിസ് की सहायता से मैं और मेरी मौसी इस विवाह को रोक पाए. പോലീസിൻ്റെ സഹായത്തോടെ ഞാനും എൻ്റെ ആൻറ്റിയും ചേർന്ന് ഈ വിവാഹത്തെ നിർത്തിവെച്ചു. പ്രശ്നം. इसके बाद आपके घर वालों की क्या प्रतिक्रिया थी? ഇതിന് ശേഷം നിങ്ങളുടെ വീട്ടുകാരുടെ പ്രതികരണം എന്തായിരുന്നു? രാധികയോട് ചോദിക്കുകയാണ്. उत्तर. जब पुलिस ने मेरी माँ, नानाजी और मामा जी को समझाया तो उन्हें अपनी गलती का एहसास हुआ. പോലീസ് എൻ്റെ അമ്മയോടും അപ്പൂപ്പനോടും മാമനോടും ഒക്കെ ഈ നിങ്ങൾ ചെയ്യാൻ പോകുന്ന തെറ്റാണ്, ബാലവിവാഹം തെറ്റാണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴേക്കും അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവർ ചെയ്ത തെറ്റാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. तब उन्होंने मेरी हिम्मत की दाद दी. അപ്പോൾ അവരെല്ലാം എൻ്റെ ധൈര്യത്തെ പ്രശംസിച്ചു. और मुझे प्यार किया. എന്നിട്ട് എനിക്ക് സ്നേഹം തന്നു. अब वे भी बाल विवाह का विरोध करते हैं. ഇപ്പോൾ അവരും ബാലവിവാഹത്തിനെതിരായിട്ട് പ്രതികരിക്കുന്നു. अगला प्रश्न. वीरता पुरस्कार के अलावा आपको और कहाँ कहाँ सम्मानित किया गया? വീരതാ പുരസ്കാരം മാത്രമല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പുരസ്കാരം കിട്ടിയിട്ടുണ്ടോ?
उत्तर, वीरता पुरस्कार के अलावा मुझे जिला स्तर पर सम्मान मिला. वीरता പുരസ്കാരമല്ലാതെ എനിക്ക് ഡിസ്ട്രിക്ട് ലെവലിലും സമ്മാനം എന്നെ ആദരിച്ചു. मेरे स्कूल प्रधानाचार्य ने भी मुझे पुरस्कार दिया. എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പൽ സാറും എനിക്ക് അവാർഡ് തന്നു, എനിക്ക് പുരസ്കാരം തന്നു. അവർ മേരി പ്രശംസാക്കി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. അവരെല്ലാവരും പ്രശംസിച്ചു. ഞാൻ ചെയ്തത് ധീരമായൊരു പ്രവൃത്തിയാണെന്ന് എല്ലാവരും പറയുകയുണ്ടായി. അപ്പോൾ ഈ സ്റ്റോറിയിൽ ആദ്യം നമ്മൾ ആരുടെ സാക്ഷാത്കാർ കണ്ടു? ആശിമ എന്ന പെൺകുട്ടിയുടേത് കണ്ടു. രണ്ടാമത്തത് രാധിക എന്നുള്ള പെൺകുട്ടിയുടേത് കണ്ടു. അപ്പോൾ ആശിമ എന്താ ചെയ്തത്? ആശിമ കുളത്തിൽ വീണ തൻ്റെ സുഹൃത്തിനെ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ആ കുട്ടിക്ക് വീരതാ പുരസ്കാർ കിട്ടിയത്. അതുപോലെ രാധിക എന്ത് ചെയ്തു? തനിക്ക് വന്ന ഒരു ബാലവിവാഹം, ആ കുട്ടി ഒരു 13 വയസ്സുള്ള ബാലികയാണ്. ആ കുട്ടിയെ വിവാഹം കഴിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ അതിനെതിരെ പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യുകയും ചെയ്തു അല്ലേ. അപ്പോൾ അവിടെ ആരാണ് സഹായിച്ചത്? ശകുന്തളാദേവി എന്ന് പറയുന്ന ഒരു ആൻറ്റിയാണ് കുട്ടിയെ ഹെൽപ്പ് ചെയ്തത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇതിനു മുൻപുള്ള എല്ലാ പാർട്ടിലും വ്യക്തമായിട്ട് അതിൻ്റെ മീനിങ്സും കാര്യങ്ങളും എല്ലാം എഴുതി തന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ ഓൾ നോട്ട് ബുക്കിൽ എഴുതി പഠിക്കണം. അതുപോലെ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. कोई संदेह या डाउट है तो मुझसे पूछना. तो हम अगले क्लास में मिलेंगे. तब तक धन्यवाद.